തമിഴ്നാട് മാർത്താണ്ഡത്ത് നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുന്നിൽ തമിഴ്നാട് പോലീസിനെതിരെ പ്രതിഷേധം. മുഴുവൻ പോലീസും ഭക്ഷണം കഴിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞ് മടങ്ങാൻ ശ്രമിച്ചപ്പോഴാണ് ഈ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. അരുൺ സോളമനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അരുൺ, നേരത്തെ ആർഡിഒ വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് അവർ നടത്തിയിരുന്നത്. ഇതിന് പിന്നാലെ എന്താണ് ഇപ്പോൾ പിന്നീട് ഉണ്ടായത്, സംഭവിച്ചത്? അവിടെ ഈ തമിഴ്നാട് പോലീസ് എത്തിയിരുന്നു, അതിനുശേഷം അവർക്ക് നേരെയാണ് ഈ പ്രതിഷേധമല്ലേ? ശ്രുതി, തുടക്കം മുതൽ തന്നെ ഈ വിഷയത്തിൽ ആർഡിയുടെ സാന്നിധ്യത്തിൽ തന്നെ ഈ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ ഈ കരിങ്കൽ പോലീസുമായിട്ട് ഈ വിഷയം കുടുംബം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ കരിങ്കൽ പോലീസ് ഇന്ന് രാവിലെ 7 മണിയോടുകൂടി തന്നെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ എത്തിയത്. പക്ഷേ ഇതുവരെയും ഈ ആർഡിഒ 10 മണിയോടുകൂടി എത്തുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അത് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ ബന്ധുക്കൾ അടക്കമുള്ളവർ ഇപ്പോൾ ഈ ഒരു സമരരംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ കോളേജിലടക്കം വിദ്യാർത്ഥികൾ വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങിയിരുന്നു. അവിടെ 10-30ഓളം വരുന്ന വിദ്യാർത്ഥികളെ ഇപ്പോൾ ഈ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. നേരത്തെ തന്നെ 2025 ജനുവരി മാസമാണ് ഇതേ ഹോസ്റ്റലിൽ നിന്നും അൻസിജി പഠിച്ചിരുന്ന താമസിക്കുകയും ചെയ്തിരുന്ന ഹോസ്റ്റൽ, ആ ഹോസ്റ്റലിലെ ഭക്ഷണം കഴിച്ച് 3 വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ ബാധിച്ചിരുന്നു. അന്ന് ഈ അൻസിജിയുടെ നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥികളാണ് സമരരംഗത്തേക്ക് എത്തിയത്. അത് കോളേജ് മാനേജ്മെന്റിനെ വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്തു. അന്ന് തൊട്ടാണ് മാനേജ്മെന്റിന്റെ കണ്ണിലെ കരടായി അൻസിജിത മാറിയത്. പിന്നീട് തുടർച്ചയായിട്ട് കഴിഞ്ഞ 1 വർഷത്തോളം അധികമായിട്ട് ഇപ്പോൾ ഈ കുട്ടിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ മാനേജ്മെന്റ് പലതരത്തിൽ മാനസികമായിട്ട് പീഡിപ്പിച്ചു വന്നിരുന്നു എന്നുള്ളതാണ് കുടുംബം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. അതിൽ തന്നെ ഏറ്റവും ഒടുവിൽ ഈ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. 50,000 രൂപയാണ് ഫൈനായിട്ട് ഈ കോളേജ് മാനേജ്മെന്റ് ഈടാക്കുകയും ചെയ്തത്. ഇതിൽ 14-ാം തീയതി ഏകദേശം ഉച്ചയ്ക്ക് 2:30 മണിയോടുകൂടിയാണ് കുട്ടി ഈ ഹോസ്റ്റലിലെ കോളേജിന്റെ 3ാമത്തെ നിലയിൽ നിന്നും താഴേക്ക് വീണ ഒരു കാര്യം വീട്ടുകാരറിയുന്നത്. പക്ഷേ അത് ആദ്യഘട്ടത്തിൽ വീട്ടുകാരോട് ഈ മാനേജ്മെന്റ് പറയുന്നത് ഈ കാൽ തെറ്റി അൻസിത വീണു, സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു എന്നുള്ളതാണ്. പക്ഷേ അതിൽ ചില വ്യക്തത കുറവുകളുണ്ടായിരുന്നു. പക്ഷേ ഈ വീട്ടുകാർ 4:30 മണിക്കാണ് വിവരം അറിയുന്നത്. ഒടുവിൽ മാർത്താണ്ഡം ഈ സ്വകാര്യ ആശുപത്രിയിൽ എത്തുമ്പോൾ കോളേജ് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതിനിധി പോലും, ഒരു അധ്യാപിക പോലും ആ ആശുപത്രിയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കുടുംബത്തെ ഏറെ ഞെട്ടിപ്പിച്ചത്. അതിൽ തന്നെ തുടക്കം മുതൽ ഏറെ ദുരൂഹത ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ പോലീസ്, തമിഴ്നാട് കരിങ്കൽ പോലീസാണ് ഈ ആർഡിഒ ഇൻക്വസ്റ്റ് നടപടികളുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നത്. പക്ഷേ അവർ മുന്നോട്ട് വെക്കുന്ന വാദം ഇത് സൂയിസൈഡാണ്. സൂയിസൈഡ് ആയതുകൊണ്ട് തന്നെ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ആർഡിഒയുടെ സാന്നിധ്യം ആവശ്യമില്ല എന്നുള്ള നിലപാടുമായിട്ട് തമിഴ്നാട് പോലീസ് എത്തി. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനെന്ന പേരിലാണ് അവർ ഈ വന്ന 5-അംഗ സംഘം ഇവിടെ നിന്ന് മടങ്ങാനായിട്ട് ശ്രമിച്ചത്. അങ്ങനെ ഇരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ ഇപ്പോൾ ഈ ജീപ്പ് തടഞ്ഞിപ്പോൾ ഈ നിലവിൽ ഈ ജീപ്പിന് മുന്നിൽ ഇപ്പോൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. നിലവിൽ എന്താണ് അവസ്ഥ? ആദ്യം ഇൻക്വസ്റ്റ് ഇന്നലെ രാവിലെ തൊട്ട് കുഞ്ഞ് മരിച്ചു എന്നറിഞ്ഞ തൊട്ട് ഇന്റിമേഷൻ കരിങ്കൽ സ്റ്റേഷനിൽ കൊടുത്തു. ആ സമയം തൊട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ആദ്യം ഇൻക്വസ്റ്റ് അത് നടത്തണമെന്നാണ് ആവശ്യപ്പെട്ടത്. അത് നടത്തില്ല. ഞങ്ങൾക്ക് കുറച്ച് 1-2 ആവശ്യങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷേ ഒന്നാമത്തെ ആവശ്യം ആർഡിഒ ഇൻക്വസ്റ്റ്, രണ്ടാമത് ജുഡീഷ്യൽ അന്വേഷണം, മൂന്നാമത് 1-ാം പ്രതി പ്രിൻസിപ്പളാക്കിയും ബാക്കി 7 ടീച്ചർമാരുടെ ലിസ്റ്റ്, അങ്ങനെ മൊത്തം 8 പേരുടെ പേര് കുട്ടി എന്നോട് ലീവിന് വരുമ്പോൾ പറഞ്ഞിട്ടുള്ളതും അവരുടെ കൂട്ടുകാരോട് പറഞ്ഞിട്ടുള്ളതുമായ പേര് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ 8 പേർക്കെതിരെ നടപടി വേണം. അടുത്ത് കുട്ടിയുടെ ഡോക്യുമെന്റ്സും കുറച്ച് ഡീറ്റെയിൽസും കോളേജിലുണ്ട്, അത് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം. പിന്നെ ഈ സമരവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ കുറച്ച് കുട്ടികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവരെ റിലീസ് ചെയ്യണം. വലിയ ദുരൂഹതയാണ് ഈ മരണത്തിന് പിന്നിൽ തന്നെ. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഇന്നലെ രാവിലെയാണ് അൻസിത മരണപ്പെടുന്നത്. ഇതുവരെയും ഇൻക്വസ്റ്റ് നടപടികൾക്ക് തമിഴ്നാട് ഈ പോലീസ് സഹകരിക്കുന്നില്ല അല്ലെ? ഇതുവരെ സഹകരിക്കുന്നില്ല. അവരുടെ ഭാഗത്തുനിന്ന് ഒരു സഹകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ ഇന്നലെ പോലെ അവരുടെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ആഡിയോ ഇൻക്വസ്റ്റ് വേണമെന്നുള്ളത്. അവർക്കിതൊരു ജസ്റ്റ് ഒരു സൂയിസൈഡ് കേസായിട്ടാണ് അവർ കാണുന്നത്. ഞങ്ങൾ ഇതിൽ ദുരൂഹത ആരോപിക്കുന്നുണ്ട്. ഒരു പേരന്റ്സ് ദുരൂഹത ആരോപിക്കുമ്പോൾ അതിനോട് ഒരു സഹകരണം അവർ കാണിക്കുന്നില്ല. കാരണം ഈ മാനേജ്മെന്റും ഈ പോലീസും തമ്മിലുള്ള ഒത്തുകളിയാണിത്. നമ്മളൊരിക്കലും ആ സ്റ്റേഷനിൽ, അതായത് കരിങ്കൽ സ്റ്റേഷനിലെ ആൾക്കാർ തന്നെ ഇതിന് ഇൻക്വസ്റ്റ് നടത്തുന്നത് ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങൾ ആഡിയോ ഇൻക്വസ്റ്റ് ചോദിച്ചിട്ടുണ്ട്, ആദ്യമേ ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇന്ന് ഉറപ്പ് തന്നതാണ് ഇവർ വരികയും ഇപ്പൊ ഉച്ചയായപ്പോഴേക്കും അവർ പോകാനാണ് ശ്രമിക്കുന്നത്. 2 ദിവസം കൊണ്ട് ഞങ്ങൾ ഇതിന്റെ പുറകെ നിൽക്കുകയാണ്. ഈ ബോഡി 2 ദിവസം കൊണ്ട് ഇവിടെ മോർച്ചറിലേക്ക് കിടക്കുകയാണ്. ഇതുവരെ ആവശ്യം അവർ ഇന്നലെ അംഗീകരിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ശ്രുതി, 2 ദിവസമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മോർച്ചറിൽ കിടക്കുകയാണ്. എന്തായാലും ഇപ്പോൾ വലിയ പ്രതിഷേധം ഈ ബദലഹേം നഴ്സിംഗ് കോളേജിലും ഇപ്പോൾ വിദ്യാർത്ഥികൾ നടത്തി വരുന്നു. അതിൽ ഏകദേശം 30ഓളം വിദ്യാർത്ഥികൾ ഇപ്പോൾ പോലീസ് കരുതൽ തടങ്കലിൽ വച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥികളെ 1 മണിക്കൂറിനുള്ളിൽ വിട്ടയച്ചില്ലെങ്കിൽ DMK ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തുമെന്നുള്ള സൂചന കൂടി നിലവിൽ നൽകിയിട്ടുണ്ട്. എന്തായാലും SFI അടക്കമുള്ള വിവിധ വിദ്യാർത്ഥി സംഘടനകൾ ഇപ്പോൾ കോളേജിലേക്ക് പ്രതിഷേധവുമായി എത്തുന്ന ഒരു ചിത്രമാണ് നിലവിലുള്ളത്. എന്തായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് അവിടെ നടക്കുന്നത്. തമിഴ്നാട് മാർത്താണ്ഡത്ത് നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ
കോളേജ് മോർച്ചറിക്ക് മുന്നിൽ തമിഴ്നാട് പോലീസിനെതിരെ കുടുംബത്തിന്റെ പ്രതിഷേധം നടക്കുന്നത്. മുഴുവൻ പോലീസും ഭക്ഷണം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് മടങ്ങാൻ ശ്രമിച്ചപ്പോഴാണ് ഈ പ്രതിഷേധം ഉണ്ടായത്.